തിരുവനന്തപുരത്ത് പാപ്പനംകോട് ഇൻഷുറൻസ് സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തത്തിൽ 2 പേർ മരിച്ചു. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരി ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചത്. പാപ്പനംകോട് ജംഗ്ഷനിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി. അപകട സമയത്ത് ഓഫീസിന് അകത്ത് പെട്ടുപോയവർക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. ഇൻഷുറൻസ് കമ്പനിയിലെ ജീവനക്കാരിയായ വൈഷ്ണ ആണ് മരണപ്പെട്ടവരിൽ ഒരാൾ. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഓഫീസ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. പെട്ടെന്ന് തന്നെ തീ ആളിപ്പടരുന്നത് കണ്ടതായാണ് ആളുകൾ അറിയിക്കുന്നത്. തീപിടുത്തം നടന്നപ്പോൾ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് അവരോട് ചോദിക്കാം, എന്താണ്? നമ്മൾ അപ്പുറത്ത് അവിടെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് പിന്നെ ഇവിടെ സൗണ്ട് കേട്ടോണ്ട് ഞാനും അവിടെ കൂടെ ഇരുന്ന ഒരു പയ്യ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റാഫും എല്ലാവരും കൂടെ ഓടി ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവര് ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ തീ കത്തണ കണ്ടു നമ്മള്. അപ്പൊ ബാക്കിൽ ആളുണ്ടായില്ല എന്നുള്ളത് അറിഞ്ഞുകൂടാ. ബാക്കിലുള്ള ആള് ഇറങ്ങി ഓടി, ബാക്കിൽ ആളുണ്ടായിരുന്നു താഴത്തെ അമ്മച്ചി പറഞ്ഞു. പക്ഷെ അവർ ഇറങ്ങി ഓടിയെന്നാണ് നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ട് നമ്മള് തീ കത്തണത് മാത്രം എല്ലാവരും നോക്കി നിന്നു. പക്ഷെ അതിന്റെ സൈഡിൽ കൂടെ ബാക്ക് സൈഡിൽ കൂടെ ഇവർക്ക് ഇറങ്ങി ഓടാനോ ഒന്നിനും പറ്റൂല. അവസാനം പയ്യന്മാരെല്ലാരും കൂടെ അവിടെ നിന്ന് പയ്യന്മാരെല്ലാം കൂടെ സൈഡിൽ കൂടെ കയറി ബക്കറ്റിൽ വെള്ളം എടുത്ത് ഒഴിച്ച് ഫ്രണ്ടിൽ തീ അണച്ചപ്പോഴാണ് ബാക്കില് 2 ബോഡി ഉള്ളതായിട്ട് അവർ അറിഞ്ഞത്. അങ്ങനെയാണ് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത്. സാധാരണയായി ഒരു ജീവനക്കാരി മാത്രമാണ് അവിടെ ഉണ്ടാകാറുണ്ടായിരുന്നത്. മറ്റൊരാൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വന്ന ആളായിരിക്കാമെന്നാണ് ദൃക്സാക്ഷിയായ ആൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഫയർഫോഴ്സ് എത്താൻ 15 മിനിറ്റോളം സമയമെടുത്തു. അപ്പോഴേക്കും തീ ആളി പടർന്നിരുന്നു. ആ സമയം കൊണ്ട് നാട്ടുകാരും കച്ചവടക്കാരും പരമാവധി തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഒടുവിൽ തീ ഒരുവിധം അണച്ച് ആളുകൾ അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയതെന്നും മുൻവശത്ത് തീ ആളിപ്പടരുകയും ആ സമയത്ത് അകത്തുണ്ടായിരുന്നവർക്ക് പുറത്തേക്ക് വരാൻ കഴിയാതെ ഓഫീസിനകത്ത് പെട്ടുപോവുകയുമായിരുന്നു. 2 പേരും സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരണപ്പെട്ടതായും ദൃക്സാക്ഷികൾ പറഞ്ഞു.